ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. ഇന്ന് പതിവില്ലാതെ ഈ ജീവചരിത്രവും ഇതൊക്കെ കാണിക്കാതെ ഈ ട്രേഡിങ്ങിനെ കുറിച്ച് എന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. ഒന്നുമില്ല, ഇത് ഒരിക്കലും ട്രേഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനകത്തൊരു 90% ട്രേഡിങ് ചെയ്യുന്നവർക്കും കാശ് പോക്കാണ്. 10% കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് പലരും, എനിക്കറിയില്ല. എനിവേ, ഞാൻ ഇന്നത് വിപ്രോയുടെ കുറച്ച് ക്വാണ്ടിറ്റി അവിടെ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ചാണ് സംസാരം. ഓക്കെ, അതൊരു 5000 രൂപ ഉണ്ടായിരുന്നു, അത് അതിനകത്ത് ആഡ് ചെയ്തു. ഞാനത് ആഡ് ചെയ്തപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, അതിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് വെച്ചപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മളുടെ ഈ തുടങ്ങുന്ന ചാനലിൽ കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. ഞാനത് ആഡ് ചെയ്ത ഒരു ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാം. 5000 രൂപ ആഡ് ചെയ്തിട്ടുള്ള കേസ്. ഓക്കെ, അത് വിട്ട് ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. ഈ ട്രേഡിങ് അതിലേക്ക് വരാം. തുടങ്ങിയപ്പോഴേ നെഗറ്റീവാണ് കാണിക്കുന്നത് കേട്ടോ. വിപ്രോയുടെ ഞാൻ നോക്കിയപ്പോൾ നല്ല ഹൈ പൊസിഷനിലായിരുന്നു. ഒരുപാട് ഹൈ പൊസിഷനിൽ, ഇപ്പം എത്ര ഹൈ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അത് ഒന്ന് താഴോട്ട് ഇറങ്ങും. ഈ കയറുക ഇറങ്ങുക, അതാണ് ഈ ട്രേഡിങ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് ട്രേഡിങ്ങിൽ ഒരുപാട് കേമന്മാരും കേമത്തിമാരൊക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഈ ട്രേഡിങ്ങിൽ വിജയിച്ച ആൾക്കാർ, ഒരു ഷംസുദ്ദീൻ, ഏത് ഷംസുദ്ദീൻ ഞാൻ പറയുന്നില്ല, മോശമല്ലേ 10 പേര് പറയുന്നത്. അങ്ങനെ പല ആൾക്കാരും, ഒരുപാട് ചേട്ടന്മാർ, ഒരുപാട് ചേച്ചിമാർ, അങ്ങനെ ഒരുപാട് പേര് വിജയിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അവർ വിജയത്തിൻ്റെയൊക്കെ പിറകിലുണ്ടല്ലോ, ഈ ട്രേഡിംഗ് അല്ല, ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് നടത്തുന്ന ക്ലാസ്സും അവർ പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് ആപ്പുകളുമാണ്. ഈ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് അറിയാൻ പാടില്ലാത്ത കുറച്ച്, അതായത് എന്നെപ്പോലുള്ളതെന്ന് കൂട്ടിക്കോ, എന്നെപ്പോലുള്ള കുറച്ച് മണ്ടന്മാർക്ക് ഇവർ കുറച്ച് ആപ്പുകൾ പരിചയപ്പെടുത്തും. ആപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടാതെ ഈ AI പോലെയുള്ള ആൾക്കാർ ബുദ്ധിമുട്ടിക്കോളും, കുറച്ച് കാശ് കൊണ്ടുപോയി ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പലതും പ്രൊമോട്ട് ചെയ്യും. ഞാൻ നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ ഇതിനൊന്നും ഒരു കഥയില്ല. ഈ അവർ കാശുണ്ടാക്കുന്നത് ഈ നടത്തുന്ന ക്ലാസ്സിലൂടെയും ഇവർ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പിലൂടെയും മാത്രമാണ്. ഈ നമ്മൾ പല വീഡിയോസിലും കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ലിങ്കിൽ ഇത് ഇപ്പോൾ ഏത് പരിപാടിയായിക്കോട്ടെ, ട്രേഡിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഇതിലേക്ക് കയറാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ മതി. അതിൽ കയറി ഡയറക്റ്റ് അതിൽ കയറാം. നിങ്ങൾക്ക് ആ ഡിസ്കൗണ്ട് ഉണ്ട്, ഈ ഡിസ്കൗണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല വീഡിയോസും ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ചെയ്യുന്നതിൽ നമ്മൾ ഇവരുടെ ലിങ്കിലൂടെ കയറി നമ്മൾ ആ ആപ്പിലേക്ക് കയറുമ്പോൾ ഇവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ട്രേഡിങ് എന്ന് പറയുന്ന സംഭവം, ഈ ട്രേഡിങ് എന്ന് പറയുന്ന പരിപാടി ഇവർ എന്തൊക്കെ സ്ട്രാറ്റജിയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാലും ഒരു കഥയില്ല കേട്ടോ. ട്രേഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ നമ്മളെ വളർത്താനിരിക്കുന്ന ആൾക്കാരല്ല എന്നൊരു ബോധം നമുക്ക് വേണം. അവർ നമ്മളെ വിജയിപ്പിക്കാനോ നമ്മളെ വളർത്താനോ ഇരിക്കുന്ന ആൾക്കാരല്ല. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ അപ്പുറം കണ്ട ആൾക്കാരാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ വിജയിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മളെ തോൽപ്പിച്ച് നമ്മളുടെ കാശ് എങ്ങനെ അടിച്ചെടുക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഇതിപ്പോൾ വിപ്രോ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കാണ് ഞാൻ എടുത്തത്. അത് ഒരുപാട് അത്യാവശ്യം അപ്പായിരുന്നു. ഞാൻ ബെയ്യല്ല, സെല്ലാണ് ഞാൻ എടുത്തത്. കാരണം ഒരുപാട് കൂടുതലായതുകൊണ്ട് അങ്ങനെയുണ്ട് കൂടണ്ട, കുറഞ്ഞോട്ടെ എന്ന് ഓർത്ത് എടുത്തതുണ്ടോ. എന്താ എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ എത്ര വിജയിച്ച കമ്പനിയോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ട്രേഡിങ്ങിൽ ഈ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും എല്ലാ ദിവസവും. കാരണം അപ്പ് ആൻഡ് ഡൗൺ ഇല്ലാതെ എല്ലാം അങ്ങനെ ചുമ്മാ അങ്ങനെ അപ്പായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കയറി ബൈ അടിച്ചാൽ മതി. ഈ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കണ്ടോ,
എൻ്റെ കണ്ടോ റെഡ് കളറിൽ കിടന്ന് കറങ്ങണ കണ്ടോ? എൻ്റെ കാശ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5000 രൂപയെന്ന് കണ്ടോ പോണേ. 5000 രൂപ അത്ര ഇത് കാണിക്കുന്ന രൂപ പോയി, അത് പോയി, ഇത് പോയി. എനിക്കറിയാം ഇതിന് കൂടുമെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഈ ഒരു വീഡിയോ ഇതുപോലെ ഒരു വീഡിയോ ഒരു ട്രേഡിങ് ഒരു വീഡിയോ ചെയ്യുന്ന എനിക്കറിയില്ല. കാരണം എനിക്ക് ചെയ്യാനും താല്പര്യമില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കേസ് ആരെയും പ്രൊമോട്ട് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇതൊരു ഗെയിമിംഗ് മോഡാണ്, മനസ്സിലാവുന്നുണ്ടോ? ഒരു ഗെയിമിൻ്റെ ഒരു ഗെയിമിംഗ് ആയിട്ടുള്ളൊരു മോഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. അതല്ലാതെ ഇതുകൊണ്ട് കുറച്ച് കാശുണ്ടാക്കണം, ഇതുകൊണ്ട് കുറച്ച് വിജയിക്കണം എന്ന് വിചാരിക്കുന്നവരൊക്കെ മണ്ടന്മാർ എന്നാണ് ഞാൻ പറയുള്ളൂ. അത് എൻ്റെ മാത്രം അഭിപ്രായമുണ്ടോ, മൊത്തം ടോട്ടലുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ചേട്ടന്മാരും ഒരുപാട് ചേച്ചിമാരും ഉണ്ട്. ഞാൻ ഇന്ന് എൻ്റെ ഈ പ്രാരാബ്ദവും കാര്യങ്ങളുടെ ഇടയിൽ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതെൻ്റെ ഹോബീസിലൊന്നാണ് ഈ ട്രേഡിങ്. ഓക്കെ, ഞാൻ അളിയൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടല്ലോ. ഞാനും ബെയ്യല്ല ചാൻസ് അല്ല കൊടുത്തിരുന്നത്. ഇറങ്ങിക്കോട്ടെ, താഴേക്ക് ഇറങ്ങട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 5000 രൂപ ഇട്ടിട്ട് നമുക്ക് ഇതിൽ എന്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്? ഞാൻ എപ്പോൾ കാശിട്ട് കഴിഞ്ഞാലും അന്ന് കാശിടുന്നു, അന്ന് ആ ട്രേഡിങ് നടത്തുന്നു, ആ കാശ് അന്ന് തന്നെ വിഡ്രോ ചെയ്യുന്നു. അതിൽ ഞാൻ വേറെ കാശ് വെച്ചുകൊണ്ടിരിക്കാറില്ല. ഇത് ഒരു ഗെയിമിംഗ് മോഡിൽ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു 5000 രൂപ ഇട്ടു എന്ന് വെച്ചോ. ഞാൻ ഇതിനായിട്ട് 5000 രൂപയാണ്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം അല്ലേ? ഓക്കെ, വെയിറ്റ്. ഇനി മുമ്പ് 2-3 പേയ്മെൻറ്റ്സാണ് നടത്തിയത്, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിക്കാത്തത്. 5000 രൂപ കണ്ടല്ലോ. അപ്സ്റ്റോക്സാണ് ഞാൻ ഈ സാധനം യൂസ് ചെയ്യാറുള്ളത്. യെസ് ബൈ ബഡി. ഇപ്പോൾ ആ നെഗറ്റീവൊക്കെയാണ് മാറി, ആ റെഡൊക്കെയാണ് മാറി, ഇതേ പ്ലസ്സിലേക്ക് തന്നെ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 5000 രൂപ ഇട്ടപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇത് കണ്ടല്ലോ, 127-117 രൂപ. അതിലെങ്ങനെ കിടന്ന് ഓടിക്കൂടി ഞാൻ അങ്ങനെ വിഡ്രോ ചെയ്തു. കാരണം എന്താ വെച്ചാൽ, എന്താ എൻ്റെ കാരണം, ഞാൻ 5000 രൂപ ഇട്ടു. അതിൻ്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 രൂപയാണ്. ഇത് 2% മേളിൽ പോയി. അതുതന്നെ എനിക്ക് പ്രോഫിറ്റാണ്. കാരണം ഞാൻ ഇതിൽ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പിംഗ് ആണ്. ഓക്കെ, സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ, ഈ കയറുകയോ ഇറങ്ങുകയോ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുന്നു, അതിൽ കുറച്ച് ഫണ്ട് ഇടുന്നു, അതിൽ നമുക്ക് അതിൻ്റെ ലാഭം കൊയ്യുന്നു, വിടുന്നു. അത് എത്ര വരെ പോവാം എത്ര വരെ പോവണ്ട എന്നുള്ളത് തീരുമാനിക്കണമെന്നൊന്നും നമ്മളല്ല കേട്ടോ. ഇതിൻ്റെ തലപ്പത്ത് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഈ നമ്മുടെ ഷംസുദ്ദീൻ കണ്ടല്ലോ, ഏത് ഷംസുദ്ദീൻ, ഫുൾ ടൈം വേണ്ട വിട്ടുകളാ, അതിലേക്കൊന്നും കിടക്കണില്ല. ഷംസുദ്ദീൻകാരല്ല, ബാക്കി ആരായാലും ശരി, എല്ലാവരും ഈ നമ്മുടെ ഈ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ പറയും. ആ ഇൻഡിക്കേറ്റർ വേണം, ഈ ഇൻഡിക്കേറ്റർ വേണം, മറ്റേ ക്യാൻഡിൽ വേണം, മറിച്ചേ ക്യാൻഡിൽ വേണം, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ എമൗണ്ട് വിഡ്രോ ചെയ്യാനുള്ള പ്ലാനിലേക്കാണ് കേട്ടോ. നിൽക്കട്ടെ, നിൽക്കട്ടെ അവിടെ. ഞാൻ മറ്റേ വിപ്രോയുടെ വിഡ്രോ ചെയ്തു. അത് 117 രൂപ വെച്ച് വിഡ്രോ ചെയ്തു. അതെങ്കിൽ 2% പ്രോഫിറ്റ് കിട്ടി. ഞാൻ അംബുജ സിമെൻറ്റും ഒരുപാട് അപ്പായിരുന്നു. ഞാനത് കുറച്ച് അങ്ങനെ ഒരുപാട് അപ്പ് വേണ്ട, കാരണം അപ്പ് ആൻഡ് ഡൗൺ ആണ് ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജി. അതിൽ ഞാൻ കണ്ടോ, ഒരുപാട് ഉയർച്ചയിൽ നിൽക്കണേ, അവൻ താഴോട്ട് വരും. ആ ഒരു ധാരണ എനിക്കുണ്ട്. കണ്ടോ, ഈ തൊട്ട് ബാക്കിൽ ഒരുപാട് ഉയർച്ചയിൽ അതിന് മുമ്പും ഉണ്ടെങ്കിലും അവൻ വീണ്ടും താഴോട്ട് വരും എന്നൊരു ധാരണ എനിക്കുണ്ട്. ഇതിൽ ഞാൻ എത്ര ക്യാഷ് ഇട്ടു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഒരു 5000 ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ എത്ര ക്യാഷ് വിഡ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണിക്കും കേട്ടോ. ഓക്കെ, എനിവേ അതോടെ സബ്ജക്റ്റോടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു തരുന്ന കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരുപാട് ചേട്ടന്മാർ അതിൽ അംബുജ സിമെൻറ്റ് പ്രോഫിറ്റ് തന്നു തുടങ്ങിയിട്ടാ അതവിടെ നിൽക്കുന്നോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഇതിനകത്തിപ്പോൾ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല കാര്യം. നമ്മുടെ സബ്ജക്റ്റിലേക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി വരുന്നുണ്ട്. എനിവേ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഈ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ പല AI റോബോട്ടുകളെ വാങ്ങിച്ച് ആഡ് ചെയ്യും. എൻ്റെ വീടിനടുത്ത് തന്നെ ഒരാൾ 15 ലക്ഷം രൂപ
ഇതിനകത്ത് ഇട്ടിട്ട് 25,000 രൂപ കൊടുത്തിട്ട് ഒരു റോബോട്ടിനെ വാങ്ങി അതിട്ടു. അതിനകത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 80% പ്രോഫിറ്റും 20% മാത്രമേ ലോസ് വരാറുള്ളൂ എന്നാണ് പറഞ്ഞത്. 80% പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ട്രേഡിങ്, ഫോർ എക്സാമ്പിൾ 100 ട്രേഡിങ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 80 ട്രേഡിങ് പ്രോഫിറ്റിലും 20 ട്രേഡിങ് ലോസിലുമാണ്. 80 ട്രേഡിങ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആ പ്രോഫിറ്റ് ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപ, ഒരു 10 ലക്ഷം രൂപ ഇട്ട ആൾ, ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ, അയാൾക്ക് കൊടുക്കുന്ന 80% പ്രോഫിറ്റിൽ 1% മറ്റേ അതായത് ഒരു 10 ട്രേഡിങ് എടുക്കാം, അതിലൊരു 8 പ്ലസും 2 മൈനസും, അങ്ങനെ കണക്കൂട്ടിക്കോ. അങ്ങനെ ഈ 8 പ്ലസ്സിൽ ഈ 8 എങ്ങനെയാണെന്ന് അറിയോ? 2,000 രൂപ പ്രോഫിറ്റ്, ഒരു 3,000 പ്രോഫിറ്റ്, ഒരു 5,000 പ്രോഫിറ്റ് എന്നായിരിക്കും. 20% ലോസ് ഉണ്ടല്ലോ, അതിൽ തന്നെ ഒരു ലോസ് 20,000 രൂപ, 25,000 രൂപ, 30,000 രൂപ, അങ്ങനെയുള്ളൊരു ഒരു 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 കാൽക്കുലേഷനിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവർക്ക് പറയുമ്പോൾ 80% പ്രോഫിറ്റിലും കൊടുത്തു, 20% ലോസിലും കൊടുത്തു എന്ന് പറയും. ഇതൊന്നും അറിയാൻ പാടാത്ത മണ്ടന്മാരെന്ത് ചെയ്യും? ഇതിലേക്ക് ചാടി കയറിയെങ്കിൽ വീഴും. ഈ നമ്മുടെ ഷംസുദ്ദീൻകയുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. വിപ്രോ ഞാൻ നല്ല രീതിയിൽ തന്നെ ക്ലോസ് ചെയ്തു കേട്ടോ. എനിക്ക് 2% പ്രോഫിറ്റ് കിട്ടിയാൽ നല്ല രീതിയിൽ ക്ലോസ് ചെയ്തു. ഞാൻ അംബുജ സിമെൻറ്റും ഞാൻ ഇത് പറഞ്ഞ പോലെ തന്നെ ബൈയല്ല സെല്ല ഞാൻ കൊടുത്തിരുന്നത്. എനിക്ക് അതിനകത്തുള്ള പ്രോഫിറ്റ് വരില്ലെന്ന് നമുക്ക് നോക്കാം. എനിവേ, ഇപ്പോഴും ഞാൻ പറയണു, ഞാനിത് ഒരിക്കലും നിങ്ങളെ ട്രേഡിങ്ങിനെ ഇത് പ്രൊമോട്ട് ചെയ്യുകയോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. ഇത് നിങ്ങളാരും ചെയ്യരുത് എന്നേ ഞാൻ പറയുള്ളൂ. ഞാനതൊരു ഗെയിമിംഗ് മോഡിലേക്ക് എടുക്കുന്നു, അത്രേ ഉള്ളൂ കാര്യം. ഞാൻ കുറച്ച് പൈസ ഇടുന്നു, അത് സ്കാൽപ്പിംഗ് ആണ് എൻ്റെ സ്ട്രാറ്റജി. സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് എന്താ? നല്ല ഉയർച്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ കൂടെ നമ്മൾ ഉയർച്ചയിലേക്ക് കയറും. ഉയർച്ചയുടെ ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഉയർച്ച വേണമെന്ന് പറഞ്ഞൊന്നും നിൽക്കില്ല. ഉയർച്ചയുടെ ഉന്നതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉയർച്ച ഉന്നതിയിലാണ് ഇവനുള്ളത്. ഞാനുള്ളത് എന്താ, ഇത്ര ഉയർച്ച ഉന്നതിയിലെത്തിയാൽ എനിക്ക് ഇത്തിരി നഷ്ടം വരാം എന്നുള്ള മൈൻഡിലാണ് ഞാനത് സെല്ല് കൊടുക്കണം. എൻ്റെ കണക്കുകൂടലൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇതിനകത്തുള്ള വീഡിയോസിൽ മാത്രം കണക്കൂട്ടണ്ട. ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയുന്നതായിട്ട് മാത്രം കണക്കൂട്ടിയാൽ മതി കേട്ടോ. ഈ പറഞ്ഞ സ്ട്രാറ്റജികളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ചേട്ടന്മാർ, ഒരുപാട് ചേട്ടത്തിമാരൊക്കെ ഈ യൂട്യൂബിൽ വന്നിട്ട് ഒരുപാട് കഥകൾ ഇറക്കും. എങ്ങനെ നമുക്ക് ആ സ്ട്രാറ്റജി യൂസ് ചെയ്യാം, ഈ ക്യാൻഡിൽ യൂസ് ചെയ്യാം, ഈ ക്യാൻഡിൽ യൂസ് ചെയ്തത് ഇങ്ങനെ, മറ്റേ സ്ട്രാറ്റജി യൂസ് ചെയ്തത് അങ്ങനെ നമുക്ക് ലാഭം കൊയ്യാം. ഒരു തേങ്ങയും ഇതിനകത്തില്ല. ഇതിനകത്ത് നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊന്നും മണ്ടന്മാരില്ലെന്നുള്ളത് നമ്മളാദ്യം മനസ്സിലാക്കണം. അവരൊന്നും നമ്മളെ വിജയിപ്പിക്കാനല്ല അവിടെ ഇരിക്കണേ, നമ്മുടെ കയ്യിലുള്ള കാശ് അടിച്ചു മാറ്റാനാണ് അവരവിടെ ഇരിക്കണേ. അതാണ് ആദ്യത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിൽ മെയിനായിട്ടൊരു കാര്യം സ്കാൽപ്പിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു കാര്യം. എൻ്റെ മാത്രം ഒരു ഒപ്പീനിയനാണ് കേട്ടോ. ഇതിനകത്ത് വേറെ ആർക്കും ഒരു പങ്കില്ലേ. ഞാൻ ഇതിന് നിങ്ങളൊരിക്കലും ഈ ട്രേഡിങ് എന്നുള്ള പരിപാടി നിങ്ങളൊരിക്കലും ഇത് കേട്ടോ. എൻ്റെ കാശ് പോയിക്കൊണ്ടിരിക്കുകയാണ്, മൈനസാണ്. അംബുജ സിമെൻറ്റിലാണ് കേട്ടോ മൈനസുള്ളൂ കേട്ടോ. മറ്റേലും 110 എപ്പോഴും പ്രോഫിറ്റിലുള്ളത്. അംബുജ സിമെൻറ്റിലും മൈനസ് ഉണ്ട്. പക്ഷേ ഇതിൽ കാശ് വരും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. കാരണം എന്താ പറയുക, വന്നല്ല പച്ച കത്തിയിലോ, അതെ ഇപ്പോൾ പ്ലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതിയിലാണ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ശൂന്യാകാശം വരെ വളർന്നു. പിന്നെ അങ്ങോട്ടോ പോകാനുള്ളത് ഒന്നും പോകാനില്ല, പിന്നെ താഴോട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരുപാട് വളർന്ന് ഞാണ്ടാ അവൻ 0-ലെത്തി. വീണ്ടും 2 രൂപ ലാഭം. എത്ര നേരം റെഡ് കാണിച്ചുകൊണ്ട് കിടന്ന കേട്ടോ 50 സിമെൻ്റൊക്കെ. ഇപ്പോൾ പ്രോഫിറ്റിലേക്ക് കാണിക്കുന്നത്. എനിവേ, ഇത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നൊരു ഡെമോ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ. ഇവർ നിങ്ങളെ പല ക്യാൻഡിൽസ് കാണിക്കും, പല സ്ട്രാറ്റജീസ് കാണിക്കും. ഇതൊക്കെ കാണിച്ചിട്ട് പലതും പറഞ്ഞ് വശീകരിക്കും മീൻസ് വൃത്തികെട്ട രീതിയിലൊന്നും എടുക്കണ്ട, നല്ല രീതിയിൽ എടുത്തോ. അതിനകത്ത് ഇവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവരുടെ ഒരുപാട് പ്രോഫിറ്റുകളും കാര്യങ്ങളും കാണിക്കും. ഞാനിപ്പോൾ എൻ്റെ ഈ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ട് ഇനി അടുത്ത തവണ എൻ്റെ പ്രോഫിറ്റ് തന്നെ
വേറെ കാണിക്കുമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ അതിനകത്ത് കാണിക്കുക ഉദ്ദേശിക്കുന്നില്ല. ഇനി വേറെ വീഡിയോയും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമാണ് ഞാൻ കാണിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്തരമുള്ള വീഡിയോസ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഞാനിതൊരു ഗെയിമിംഗ് മോഡിലേ ഞാൻ എടുക്കാറുള്ളൂ. കാരണം ഇതൊരു ഗെയിമിംഗ് മോഡിലേ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബം കുട്ടിച്ചോറാവുന്നുള്ളതാണ് കാര്യം. മനസ്സിലാവട്ടോ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, ഇതിനകത്ത് നമ്മൾ ഒരു സ്കാൽപ്പിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റേറ്റ് മുകളിലേക്ക് കുതിച്ചു ഉയരുമ്പോൾ നമ്മളും കൂടെ തന്നെ കുതിച്ചു ഉയരുക. എങ്ങനെ കുതിച്ചു ഉയരുക? അങ്ങേ അറ്റം ഈ കുതിച്ചുയർന്ന് അതിൻ്റെ അങ്ങേ തലപ്പത്തെത്തിയിട്ട് പിന്നെയും കുതിച്ചുയരാൻ നിൽക്കരുത്. അങ്ങേ തലപ്പത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? താഴോട്ട് വരണം. കാരണം എന്തുകൊണ്ടാണ്, ഈ ഏത് കമ്പനിയാണെങ്കിലും ഈ ട്രേഡിങ് എന്ന് പറഞ്ഞാൽ കുതിച്ചുയരലും കുതിച്ച് താഴലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കയറൽ ഇറങ്ങലാണ് ഈ ട്രേഡിങ്. അപ്പോൾ അത്ര അധികം കുതിച്ചുയർന്നു കഴിഞ്ഞാൽ വീണ്ടും താഴും എന്ന് നമുക്ക് അറിയണം. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ വിപ്രോ നല്ല കുതിച്ചു വരുന്ന സമയത്ത് ഞാൻ ബൈയല്ല സെല്ല കൊടുത്തത്. സ്കാൽപ്പിംഗ് തന്നെയാണ് പരിപാടി. അത് ഞാൻ എപ്പോഴും പറയാം. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുതിച്ചു വരുമ്പോൾ നമ്മളും കുതിച്ചു ഉയരണം. കുതിച്ചു ഉയരുന്നതിന് അങ്ങേ തലപ്പത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു ടെക്നോളജി. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മളും അതുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരണം. ഇപ്പോൾ അതിനകത്ത് കുറച്ച് കൂടുതൽ മണി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് തോന്നും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നതിൽ 5000 രൂപ ഇട്ടിട്ട് അതിൽ 561 രൂപ ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ലാസ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും 10% പ്രോഫിറ്റ് കിട്ടിയാൽ എനിക്ക് 5000 രൂപ എന്താ ഡെപ്പോസിറ്റ്. 5000 രൂപ ഡെപ്പോസിറ്റ് എൻ്റെ വീഡിയോ കാണിച്ചല്ലോ, ക്ലിപ്പ് കാണിച്ചല്ലോ. ആ 5000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അവർക്ക് 5561 കിട്ടി. അപ്പോൾ 50,000 ആയിരുന്നെങ്കിലോ അവനക്ക് 5000 രൂപ കിട്ടിയിട്ടെ. 5 ലക്ഷം ആയിരുന്നെങ്കിലോ നമുക്ക് 50,000 രൂപ കിട്ടിയിട്ടെ. അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്. ഏത്? എമൗണ്ട് കൂടുമ്പോൾ നമ്മുടെ ഇമോഷൻസ് മാറും. അതിലാണ് ഇവരെ കളി. എമോഷൻസ് കൂടുമ്പോൾ, കാരണം 5000 രൂപ വെച്ച് കളിക്കുന്ന എനിക്ക് ആ 5000ത്തിൽ നിന്ന് ഒരു 100, 150 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 300 രൂപ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല എന്നുള്ള രീതിയിലാണ് ഞാനത് കളിക്കണേ. മനസ്സിലാവുന്നുണ്ടോ? ഈ പറഞ്ഞ ഈ ഗെയിം 5000 മാറി 50,000 ആകുമ്പോൾ നമ്മുടെ ഇമോഷൻസ് മാറും. അത് മാറി 5 ലക്ഷം വെച്ച് കളിച്ചിട്ട് 5 ലക്ഷം വെച്ച് കളിക്കുന്നു. ഇപ്പോൾ 5000 രൂപയിൽ ഞാൻ 500,000 രൂപ ഉണ്ടാക്കി. ഓക്കെ, അത് ഒരു 50,000 വെച്ചിട്ടാണ് ആ കളിക്കുന്നുണ്ടെങ്കിൽ എനിക്കതൊരു 5000 ആവും. 5 ലക്ഷം വെച്ചിട്ടാണ് കളിക്കുന്നുണ്ടെങ്കിലോ എനിക്കൊരു 50,000 ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു എമോഷനിൽ കളിക്കുമ്പോൾ എമൗണ്ട് കൂടുമ്പോൾ നമ്മുടെ ഇമോഷൻസ് മാറും. നമ്മളുടെ കറക്റ്റ് സ്ട്രാറ്റജിയിൽ എത്താൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ അംബുജ സിമെൻറ്റ് എനിക്കിത് പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. ഇത് ഞാനത് 5-ാം തീയതി, അതായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ടോ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ്. ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ. അത് വേറെ വല്ല കാര്യങ്ങളൊന്നുമില്ല. എനിവേ ഞാൻ വേറെ കാര്യം പറയാം. ഇതിങ്ങനെ പച്ച ചുമ കത്തിക്കോട്ടെ. ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ ഇതുപോലുള്ള വീഡിയോ ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് പറയാൻ വേണം. ഓക്കെ, എനിക്ക് ഒന്നാമത് ട്രേഡിങ്ങിൽ നിങ്ങളോട് പറയാൻ താല്പര്യമില്ല. കാരണം വെച്ചാൽ ഇത് പലരെയും പറ്റിക്കുന്ന പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട മൈൻഡുള്ളവർക്ക് പറ്റില്ല. കാരണം 5000 രൂപ വെച്ചിട്ട് കളിക്കുന്നവർക്ക് പറ്റും. എന്ന് വെച്ചാൽ പോയ 5000 പോവുള്ളൂ. പോയ 5000 പോവില്ല. അതിൽ നിന്നൊരു ഇത്ര പെർസെൻറ്റേജേ പോവുള്ളൂ. 50,000, 50 ലക്ഷവും 10 ലക്ഷമൊക്കെ വെച്ച് കളിക്കുന്ന ആൾക്കാർക്ക് ഇത്ര പെർസെൻറ്റേജ് പോകാൻ പറഞ്ഞാൽ നല്ല എമൗണ്ടായിരിക്കും പോകണേ. അവൻ്റെ കളസം കയറും. ഓക്കെ, ഇതിനൊക്കെ എൻഡ് ഓഫ് ദി വീഡിയോ ഞാൻ ഇതിനകത്ത് ഈ ട്രേഡിങ്ങിൽ ഞാൻ എത്ര ഉണ്ടാക്കി, ഞാൻ എത്ര വിഡ്രോ ചെയ്തു, എനിക്ക് എന്തൊക്കെ വന്നു എന്നുള്ളതൊക്കെ ഞാനിത് കാണിക്കുന്നുണ്ട് കേട്ടോ. സ്കിപ്പ് ചെയ്ത് തന്നെ കാണണേ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു തുടങ്ങിയ അതേ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. നമ്മളുടെ ഈ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ യൂട്യൂബിൽ ചെയ്യുന്ന പരിപാടി, ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ഈ ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കും.
ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇവരെ ആഡ് ചെയ്യിപ്പിക്കും, അതിന് ഒരുപാട് പരിപാടി ചെയ്യിപ്പിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശും വാങ്ങിച്ച് വീഴും. ഷംസുദ്ദീനുണ്ട്. ഷംസുദ്ദീന് മാത്രമല്ല, വേറെ ഒരുപാട് പേരെ പേര് പറയാനുണ്ട്. എന്നിരുന്നാലും ഈ ഷംസുദ്ദീൻ്റെ കേസ് മാത്രമാണ്. ഈ ഷംസുദ്ദീൻ നിങ്ങൾക്കറിയാം, ഷംസുദ്ദീൻ്റെ ഫുൾ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ വല്ല ഇതേപോലെ കോപ്പറേറ്റോ അല്ലെങ്കിൽ വേദന കേസ് കൊടുത്താൽ നമ്മുടെ ഈ തുക്കട ചാനലാണ്. ആ തുക്കട ചാനൽ അവൻ പൂട്ടിക്കും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളിത് ആരെയും പൂട്ടിക്കാനോ ജയിപ്പിക്കാനോ തോപ്പിക്കാനോ തുടങ്ങിയ പരിപാടിയല്ല. ഇത് നിങ്ങളുടെ ഒരു ഓർമ്മയിലേക്ക് വേണ്ടി തരുന്നുള്ളൂ. സ്കാൽപ്പിങ്ങിൽ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാശുണ്ടാക്കാം. അതെങ്ങനെ കാശുണ്ടാക്കാം? ചെറിയൊരു എമൗണ്ട്, അതായത് 5,000 രൂപ വെച്ചിട്ട് തുടങ്ങി ചെറിയൊരു എമൗണ്ട് ഉണ്ടാക്കുക. ആ എമൗണ്ടിൽ നിന്ന് ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കാം. അത്രേ ഉള്ളൂ കാര്യം. ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ പ്രോഫിറ്റ് അതൊരിക്കലും ട്രേഡിങ്ങിൽ നിന്നല്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ പ്രോഫിറ്റ് അതൊരിക്കലും ട്രേഡിങ്ങിൽ നിന്നല്ല. അതെന്തിൽ നിന്നുള്ളത്? അത് അവർ എടുത്തു കൊടുക്കുന്ന ക്ലാസ്സിൽ ആഡ് ചെയ്യാം. ഞാൻ ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കി തരാം, അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കുന്ന ക്ലാസ്സുകളിൽ നിന്നാണ് ഈ വീഡിയോസ് ഉണ്ടാക്കുന്നത്, ഈ ക്യാഷ് ഉണ്ടാക്കുന്നത്. ഇവർ പല ആപ്പുകളും പല ലിങ്കുകളും ഇവർ പരിചയപ്പെടുത്തും. ഇത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ലിങ്കുകൾ കയറിയാൽ മതി. ഇതിൽ നിന്നും നിങ്ങൾക്ക് അങ്ങനെ പ്രോഫിറ്റ് ഉണ്ട്, ഇങ്ങനെ പ്രോഫിറ്റ് എന്ന് പറയും. നമ്മൾ ഈ ലിങ്കിൽ കയറി കാശ് മുടക്കുമ്പോൾ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് വെച്ച് ഇവർക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? വിപ്രോയുടെ കാശ് വിഡ്രോ ചെയ്തു. 50% എനിക്കിപ്പോൾ നഷ്ടത്തിലുള്ളത്. കൂടും എന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളൂ. കാരണം 50% നല്ല ഹൈറ്റിലുള്ളപ്പോൾ ഞാൻ മറ്റേ സെല്ലടിച്ച് കൂടും എന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളത്. എനിവേ, അത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഈ നമ്മൾ മുടക്കുന്ന കാശ്, ഇവരുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ ഈ ഒരു പല ക്ലാസ്സുകളിലും നമ്മൾ പോകും. എന്നിട്ട് നമുക്കെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു 100% മനസ്സിലാവാത്ത രീതിയിൽ ഒരു പല കാര്യങ്ങൾ പറയും. ആ ക്യാൻഡിൽ വേണം, ഈ ക്യാൻഡിൽ വേണം, ആ ഇൻഡിക്കേറ്റർ വേണം, ഈ ഇൻഡിക്കേറ്റർ വേണം. നമുക്കൊരിക്കലും മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അതിനാണ് ഇവരെ കളി. നമ്മളെ കൊണ്ട് ഒരു കാര്യം ഒരു 70-75% മാത്രം അവർ പറഞ്ഞു തരും. ആ പറഞ്ഞു തരുന്നതിൽ നമുക്കൊരു 50% മാത്രം നമുക്ക് മനസ്സിലാവും. ബാക്കി 50% നമുക്ക് വീണ്ടും മനസ്സിലാക്കി എടുക്കാം എന്ന രീതിയിൽ ഇവരുടെ ക്ലാസ് നമ്മൾ നിൽക്കും. ഇതിൽ ഇവർ ഈ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാൽ പലതും നമ്മൾ പരിചയപ്പെടുത്തും. ഈ സ്ട്രാറ്റജികളൊക്കെ അറിയാൻ വയ്യാത്ത ആൾക്കാരല്ല ഇതിൻ്റെ തലപ്പത്തിരിക്കണേ. ഈ അംബുജ സിമൻ്റ് ആയിക്കോട്ടെ, റിലയൻസ് ആയിക്കോട്ടെ, വിപ്രോ ആയിക്കോട്ടെ, ആ ഇരിക്കുന്ന ആൾക്കാരൊന്നും മന്ദബുദ്ധികളല്ല. ആ ഒരു ബോധം നമുക്ക് വേണം. മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് ഇപ്പോൾ 117 രൂപ ഞാൻ ഉണ്ടാക്കി. വിപ്രോയിൽ 5,000 രൂപ മുടക്കിയിട്ട് 117 രൂപ ഞാൻ ഉണ്ടാക്കി. അതിനകത്ത് ഞാനടുത്ത് അംബുജ സിമൻ്റ് എടുത്തു. ഒരിക്കലും ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡിൽ കൂടുതൽ വേറെ ട്രേഡ് എടുക്കാൻ പാടില്ല. അത് വേറെ വിഷയം. കാരണം വെച്ചാൽ നമുക്കതിനകത്ത് ഒരു റിവെഞ്ച് ട്രേഡിങ് എന്നുള്ളൊരു മൈൻഡ് നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മുടെ പോയ കാശ് തിരിച്ച് പിടിക്കണം എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വരും. അത് വന്നോ നിങ്ങളുടെ ജീവിതം കട്ട പുകയായി. കാരണം എന്ന് വെച്ചാൽ ഈ മുടക്കിയ കാശ് തിരിച്ച് പിടിക്കാനായിട്ട് വീണ്ടും കാണിക്കുന്ന റിവെഞ്ച് ട്രേഡിങ്ങിലാണ് നമ്മളുടെ ബാക്കിയുള്ള കാശും പോവുക. അത് ഞാൻ നിങ്ങൾക്ക് ചുമ്മാ അങ്ങനെ പറഞ്ഞു തരുന്നു എന്ന് വെച്ചിട്ട് അത് നിങ്ങൾക്ക് അത്രയുടെ തലയിൽ കയറിക്കൊള്ളുന്നില്ല. അത് തലയിൽ കയറുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ കയറുന്ന ആൾക്കാരുണ്ട്? അത് കാശ് കൊടുത്ത് മുടക്കി പലതും അവരെ കയ്യിൽ നിന്ന് പോയി. പെണ്ണുപിള്ളമാരെ സ്വർണവും അല്ലെങ്കിൽ വീടിൻ്റെ ആധാരവും പലതും പോയി. കാശെല്ലാം പോയി ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അല്ലാതെ ഒന്നും പോകാത്തവർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. എല്ലാം പോയവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു കഥയില്ല. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊന്നും നമ്മളെ ജയിപ്പിക്കാനോ നമ്മളെ ജീവിതത്തിൽ നന്നായിട്ട് നടത്താനൊന്നുള്ള ആൾക്കാരല്ല. അവർക്ക് 90 ഇപ്പം ഏത് ആൾക്കാരും ആയിക്കോട്ടെ, ഏത് വീട് ചെയ്യുന്ന ആൾക്കാരും ആയിക്കോട്ടെ, അവരൊക്കെ വീഡിയോയുടെ താഴെ ചെറിയ ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി കാണിക്കും. എഴുതി കാണിക്കൽ ഒരു കാര്യമാണ്, ഈ ട്രേഡിങ്ങിൽ 90% നഷ്ടവും 10% മാത്രം ലാഭമുള്ളൂ എന്നുള്ളതാണ്. ആ 10%-ൽ ഒരു ട്രേഡിങ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ 1-2 അല്ലെങ്കിൽ 100, 1000, 10,000, ലക്ഷവും ആൾക്കാരല്ല, കോടിക്കണക്കിന് ആൾക്കാരാണ്.
ആ കോടിക്കണക്കിന് ആൾക്കാരിൽ 10% നമ്മൾ അത്രയും ടാലൻ്റഡായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ഇല്ലയെന്ന് ഞാനും പറയണില്ല. ട്രേഡിങ്ങിലൂടെ ഒന്നും ഉണ്ടാക്കാത്ത ആൾക്കാരല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഞാൻ പഠിച്ചത് ഇതിനകത്ത് ഒരുപാട് കാശ് കളഞ്ഞതിന് ശേഷമാണ്. അതാണ് ഞാൻ ഇതിനകത്ത് പറയാൻ വന്നത്. ഇതെൻ്റെ സബ്ജക്റ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ആരെയും പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഈ കമ്പനീനെയോ അല്ലെങ്കിൽ ഈ ആപ്പിനെയോ അല്ലെങ്കിൽ ട്രേഡിങ്ങിനെയോ എൻ്റെ ഒരു ഹോബികളിലൊന്നും ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. ഇതിനകത്ത് ഇന്നിപ്പോൾ ഞാൻ 5000 രൂപ എടുത്തു. അതിലെനിക്കൊരു 561 രൂപ എനിക്ക് കിട്ടി. അതിൽ നമ്മൾ ടാക്സ് എല്ലാം വെട്ടിച്ചും മറിച്ചൊക്കെ എല്ലാം ടാക്സും ബ്രോക്കറേജും അതും ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയതെങ്ങാണ്ട് 400 രൂപ എന്തോന്നാണ്, 393 5000 മുടക്കിയിട്ട് കിട്ടിയത് 5393 എന്തോ ആണ്. അതായത് 561 രൂപ കിട്ടിയിട്ട്, അതായത് 5561 രൂപ കിട്ടിയിട്ട് എനിക്ക് അതിൽ വിഡ്രോ ചെയ്യാൻ പറ്റിയ കാശ് എന്ന് പറഞ്ഞാൽ അവരെ ബ്രോക്കറേജിൻ്റെ കാശൊക്കെ കട്ട് ചെയ്ത് ബ്രോക്കറേജ് ടാക്സ് മറ്റേ ടാക്സ് അതേ ടാക്സ് ഒരുപാട് ടാക്സുകളുടെ ലിസ്റ്റ് തന്നെ ഉണ്ട്. എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്തോ ആയിക്കോട്ടെ, അത് ടാക്സ് ആണല്ലോ. അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ കിട്ടിയത് ഈ ഒരു പൈസയാണ്. ഞാൻ ആ വിഡ്രോ ചെയ്ത എമൗണ്ട് കാണിച്ചിട്ടോ ഒരു മിനിറ്റ്. ഇത് 5-ാം തീയതി വെള്ളിയാഴ്ച എടുത്ത ട്രേഡാണ് കേട്ടോ. ഓക്കെ, 561 കിട്ടിയപ്പോൾ 561 ഇവരുടെ എമൗണ്ട് കിട്ടിയപ്പോൾ 561 മൊത്തം പ്രോഫിറ്റായിട്ട് കിട്ടില്ല. ഇതാ കണ്ടോ, വിഡ്രോവൽ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് 5391 രൂപയാണ്. അത് 8-ാം തീയതി ചാടുള്ളൂ. ഓപ്പണാക്കി കാണിച്ചു തരാം. 561 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ട് അതിനകത്ത് ഇവരുടെ ബ്രോക്കറേജ്, ഇവരുടെ ടാക്സ്, ഗവൺമെൻറ് ടാക്സ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്നത് 391 രൂപയാണ്. 5391. ഞാനത് അപ്പം തന്നെ വിഡ്രോ ചെയ്തു. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാനത് അങ്ങനെ സ്ഥിരം ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല. ട്രേഡിങ് സ്കാൽപ്പിംഗ് ഇടയ്ക്കൊരു മൂഡ് വരുമ്പോൾ ചെയ്യും. അതൊരു ഗെയിമിംഗ് മൂഡിൽ നിന്ന് എടുക്കും ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഇതാ ഏറ്റവും മേളിൽ കണ്ടോ 5391. ഇതാണെന്ന് 8-ാം തീയതി കയറുമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ശനിയാഴ്ച എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് കയറിയിട്ടുണ്ട്. എനിവേ, വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോയിട്ടോ. സോറി, ഇത്രയും കൂടെ ലെങ്ത് ആവുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാനോട് സംസാരിക്കാൻ തുടങ്ങി, ഞാൻ സംസാരിച്ച് കൊല്ലും. അപ്പോൾ എന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ടു ഓൾ. ബൈ.